ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 വിഷുഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മൂലം, പൂരാടം, ഉത്രാടം, കാല് എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ധനുക്കൂറുകാരുടെ വിഷുഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. 2026 ഏപ്രിൽ മാസം 14 തീയതി, അതായത് മേടമാസം 1 തീയതി ഉദിച്ച് 8 നാഴിക 8 വിനാഴിക പിന്നിടുമ്പോഴാണ് ഈ വർഷത്തെ വിഷു സംക്രമം. ഉദയത്തിന് ശേഷം സംക്രമം നടക്കുന്നതിനാൽ അന്നത്തെ ദിവസം വിഷു ആഘോഷിക്കുന്നില്ല. 15 തീയതിയാണ് വിഷു ആഘോഷങ്ങൾ നടക്കുന്നത്. 27 നക്ഷത്രങ്ങളെ ശൂലം, ഷഡ്കം എന്ന വിഭാഗങ്ങളാക്കി തിരിക്കാറുണ്ട്. ആദിശൂലം, ആദി ഷഡ്കം, മധ്യശൂലം, മധ്യഷഡ്കം, അന്ത്യശൂലം, അന്ത്യഷഡ്കം എന്നിങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളെ തിരിക്കുന്നത്. ഈ വർഷത്തെ വിഷു സംക്രമത്തിന്റെ ഫലമായി അവിട്ടം, ചതയം, പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളെ ആദി ശൂലമായിട്ടും പിന്നീടുള്ള 6 നക്ഷത്രങ്ങളെ ആദ്യ ഷഡ്കമായിട്ടും തിരിക്കുന്നു. പിന്നീട് 3 നക്ഷത്രം മധ്യ ശൂലവും, പിന്നീടുള്ള 6 നക്ഷത്രവും മധ്യ ഷഡ്കവും, പിന്നീടുള്ള 3 നക്ഷത്രം അന്ത്യശൂലവും, അവസാനത്തെ 6 നക്ഷത്രങ്ങൾ അന്ത്യ ഷഡ്കവുമാകുന്നു. ഇതില് ശൂലം വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ദോഷവും, ഷഡ്കത്തിൽ പെടുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ശുഭങ്ങളുമായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടം ഈ 3 നക്ഷത്രങ്ങളും അന്ത്യ ഷഡ്കത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ വിഷുഫലവും ശുഭകരമാണ്. അത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജനപദങ്ങളുടെ നേതൃപദവി ഏറ്റെടുക്കാനുള്ള അവസരം വന്നു ചേരും. വലിയ നേതാവായിട്ട് സമൂഹത്തിൽ കഴിയുന്നതിനുള്ള അവസരമാണ് വരാൻ പോകുന്നത്. മറ്റുള്ളവരുടെ ബഹുമാനം ഇവർക്ക് പിടിച്ചു പറ്റുവാൻ കഴിയുന്നതാണ്. പേരും പ്രശസ്തിയും സമൂഹത്തിൽ വർദ്ധിക്കും. അതുപോലെ മറ്റുള്ളവരുടെ അംഗീകാരം ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് വിരാജിക്കുവാനുള്ള യോഗമാണ് ഈ കുറുകാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ സാമ്പത്തികമായ വലിയ നേട്ടവും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. വിവിധ മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണം ലഭിക്കുന്നതാണ്. മേലധികാരികളുടെ പ്രീതി ലഭിക്കുന്നതോടെ ഉദ്യോഗ മേഖലയിൽ കൂടുതൽ സമാധാനവും നേട്ടവും അനുഭവപ്പെടും. അതുപോലെ സഹപ്രവർത്തകരുടെയും സഹായം ഇവർക്ക് ലഭിക്കുന്നതാണ്. വലിയ പ്രമോഷനുകളും സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവും. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് ഉയരുവാൻ കഴിയും. താഴ്ന്ന നിലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും അപ്രതീക്ഷിതമായ ഉയർച്ച അനുഭവപ്പെടും. ഇത് അധികാരം കൂടുതലായി ലഭിക്കുന്നതിനും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുന്നതിനും ഇവരെ സഹായിക്കും. സ്ഥാനാന്തര പ്രാപ്തി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. ചെറിയ നില മുതൽ വലിയ നില വരെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഉയർച്ച പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് വലിയ പുരോഗതി അനുഭവപ്പെടും. പുതിയ പുതിയ കർമ്മരംഗങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇപ്പോഴത്തെ തൊഴിൽ പോരാ, കുറച്ചുകൂടെ മെച്ചപ്പെട്ട തൊഴിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു ജോലി തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഇവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ അംഗീകാരം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിയും. സമ്മാനങ്ങളും അതുപോലെ പുരസ്കാരങ്ങളും ഒക്കെ ഇവരെ തേടിയെത്തും. ബന്ധുഗുണം കൂടുതലായി ഉണ്ടാകുന്നതാണ്. പുതിയ പുതിയ ബന്ധങ്ങൾ ഇവർക്ക് വന്നു ചേരും. ബന്ധുക്കളുമായി സഹവാസം ചെയ്യുവാനും ഇവർക്ക് അവസരം ഉണ്ടാകും. ദൂരദേശങ്ങളിൽ കഴിയുന്ന ബന്ധുക്കളുമായി അടുത്ത് ഇടപെടുവാനും അവരുമായിട്ട് സഹവാസം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ബന്ധുബലം മൂലം വലിയ പ്രൗഢിയോടുകൂടി ഇവർക്ക് ജീവിക്കുവാൻ അവസരം ലഭിക്കും. വലിയ പ്രതാപത്തോടുകൂടിയും ആജ്ഞാശക്തിയോടുകൂടിയും സമൂഹത്തിൽ കഴിയുവാനുള്ള യോഗമാണ്
ഈ വിഷുഫലം ഇവർക്ക് നൽകുന്നത്. പൊതുപ്രവർത്തകരായ ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും. ഉന്നത സ്ഥാനത്തുള്ളവരുമായി അടുത്ത് ബന്ധം പുലർത്തുവാനും അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയുന്നതാണ്. മനസ്സിന് എന്നത്തേക്കാൾ ഉപരിയായി സന്തോഷം അനുഭവപ്പെടും. മനസമാധാനം എപ്പോഴും അനുഭവപ്പെടുന്നതാണ്. ധാരാളമായി പണം വന്ന് ചേരും. ഉദ്യോഗമായിക്കോട്ടെ, കൃഷിയായിക്കോട്ടെ, കച്ചവടമായിക്കോട്ടെ, വ്യവസായമായിക്കോട്ടെ, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വലിയ സാമ്പത്തിക നേട്ടം ഈ വിഷുഫലം നൽകുന്നു. ഏത് കാര്യത്തിലും വിജയം അനുഭവപ്പെടും. ഏത് വിധേനയും വിജയിക്കുവാനുള്ള കഴിവ് ഈ കൂറിൽപ്പെട്ടവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്. അഭീഷ്ട കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ വർഷക്കാലം ഇവർക്ക് സാധിക്കും. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആഗ്രഹത്തിനൊത്ത് പൂർത്തീകരിക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും. പൊതുവെ ഇവർക്ക് ഐശ്വര്യ വർധനവ് അനുഭവപ്പെടും. കുടുംബത്തിൽ എല്ലാവരുമായിട്ട് കൂടുതൽ ഐക്യത്തോടെ കഴിയുവാനും കുടുംബാംഗങ്ങളുടെ പരസ്പര സഹകരണത്തിലൂടെ കൂടുതൽ ഉയർന്ന നിലയിൽ ജീവിക്കുവാനും ഇവർക്ക് അവസരം ലഭിക്കും. സുഹൃത്തുക്കളും ബന്ധുക്കളും അതുപോലെ കുടുംബാംഗങ്ങളും ഒക്കെ എപ്പോഴും ഈ കൂറിൽപ്പെട്ടവർക്ക് സഹായത്തിന് ഉണ്ടാകും. ഇത് തന്നെ വലിയൊരു ജീവിത വിജയത്തിന് കാരണമാകും. എല്ലാം കൊണ്ടും ഈ വർഷത്തെ വിഷു ഈ കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്നതാണ്. ഈ കൂറിൽപ്പെട്ടവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.